പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിവിധമായ പേരുകളുമായി നമ്മൾ ബന്ധപ്പെട്ട് ധ്യാനിച്ചു. തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് പറയുന്നത് ജലത്തെക്കുറിച്ചാണ്. ജലം, വെള്ളം, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ നിക്കോദേമോസും എന്ന പ്രത്യേകമായിട്ടുള്ള ആ അധ്യായത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ യേശു പറയുന്നതാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പം ജലം അത് പരിശുദ്ധാത്മാവിൻ്റെ തന്നെ ഒരു പ്രതീകമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ജലം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ്. ജലത്താലും ആത്മാവിനാലും. അപ്പോൾ ജലം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിരുസഭയിൽ ജ്ഞാനസ്നാന സമയത്തും ആ ജലം കൊണ്ട് ശിരസിലൊഴിച്ചാണ്, ആ ജലത്തിൻ്റെ ശിരസിലൊഴിച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ മുദ്രിതമാക്കി ഒരു വ്യക്തിക്ക് സ്നാനം കൊടുക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സംഭവം ഇതിൻ്റെ വലിയൊരു നിഴലായിട്ട് ഇന്ന് തിരുസഭയിൽ കൊടുക്കുന്ന മാമോദിസായുടെ മറ്റൊരു നിഴലാണ് യേശു സ്വീകരിച്ച സ്നാനം. യേശുവിനും ജോർദാൻ നദിയിൽ വെച്ച് വെള്ളം കൊണ്ടാണ് സ്നാനം കൊടുത്തത്. വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ വെള്ളം അല്ലെങ്കിൽ ജലം ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊരു സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം നമ്മൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശുവും ശമരിയക്കാരിയും എന്നുള്ള പ്രത്യേകം ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ 4-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, യേശു അവളോട് പറയുന്നു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ജീവജലം അത് മറ്റാരുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ജീവജലം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് യേശു ഇവിടെ പറയുന്നത്. അപ്പോൾ ജലം, അപ്പോൾ ഇവിടെ ശമരിയക്കാരിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, ശമരിയക്കാരും അതുപോലെ തന്നെ യഹൂദന്മാരും നമ്മളിൽ യാതൊരുവിധ കൊടുക്കലോ വാങ്ങലോ പരസ്പരം ഒരു ബന്ധമോ ഇല്ലാതെ ഇരുന്ന ഒരു ചരിത്രപരമായ ഒരു മേഖലയുണ്ട്. വിജാതീയർ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ ശമരിയ പ്രദേശത്ത് ഒരു യഹൂദൻ കാലുകുത്തുക പോലും ചെയ്യില്ലാതിരുന്ന സാഹചര്യത്തിലാണ് യേശു ഈ ശമരിയയിലൂടെ യാത്ര ചെയ്യുന്നത്. കാരണം ഈ വിജാതിയായ സ്ത്രീയുടെ ആത്മാവിനെയും യേശുവിന് നേടേണ്ടിയിരിക്കുന്നു. യഹൂദന്മാർ മാറ്റി നിർത്തിയതുപോലെ കർത്താവ് ഈശോ മിശിഹായിക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. സകല മനുഷ്യരുടെയും ആത്മാവിനെ രക്ഷിക്കുവാൻ, സകല മനുഷ്യരുടെയും ആത്മാവിനെ പ്രകാശിപ്പിക്കുവാനായിട്ടുള്ള പ്രകാശമായിട്ട് തന്നെയാണ് യേശു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത്. അപ്പോൾ ആ യേശു ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ പറയപ്പെട്ട ഒരു ശമരിയക്കാരി സ്ത്രീ വെള്ളം കോരാൻ വരുന്നതും അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറയുന്നതും
അപ്പോൾ അവളൊക്കെ പറയുന്നുണ്ട്, നീ ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത സമയത്ത് നീ എന്തുകൊണ്ടാണ് നീ എന്നോട് കുടിക്കാൻ ചോദിച്ചതെന്നൊക്കെ ചോദിച്ച് ആദ്യ ഭാഗത്ത് കുറേ സംസാരങ്ങളുണ്ട്. ഇതെല്ലാം സംസാരിച്ച് വരുമ്പോഴാണ് യേശു പറയുന്നത്, അവളോട് പറയുന്നത്, ദൈവത്തിൻ്റെ ദാനമെന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിച്ചവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ജീവജലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് പ്രിയ സഹോദരങ്ങളെ. വീണ്ടും നമുക്ക് 11-ാമത്തെ വചനത്തിൽ പറയുകയാണ്, പ്രഭു, വെള്ളം കോരാൻ പാത്രമില്ല, കിണറോ ആഴമുള്ളതും, പിന്നെ ഈ ജീവജലം നീ പറഞ്ഞ ഈ ഒരിക്കലും ദാഹിക്കുകയില്ലാത്ത ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? അവൾ വിചാരിച്ചേക്ക് നീ കിണറ്റിലെ വെള്ളമാണ്. ഉടനെ യേശു പറയുന്നുണ്ട്, എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഈ കിണർ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാക്കും. കണ്ടോ, അരുവിയെന്നും കൂടെ കൂടി ഒരു മേഖലയും കൂടെ കിടന്നു വരുന്ന അരുവിയാക്കും. പുഴ വലിയൊരു അരുവിയാക്കും. ആയതിനാൽ സ്നേഹിതരെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ജലം. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ജലം, നദി. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാട്ട് പാടി, ജീവജലത്തിനരുവിയ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി. അത് പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രതീകമാണ് ജ്വാല. അതേക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ശമരിയക്കാരിയോട് പറഞ്ഞല്ലോ, ഈ ജലം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കുമെന്ന്. എന്നാൽ അവിടുന്ന് നൽകുന്ന ജലം കുടിക്കുന്ന ഒരു വ്യക്തിക്കും ദാഹിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞത് ഈ ജലം അങ്ങയുടെ ആത്മാവിൻ്റെ പ്രതീകമായിട്ടാണല്ലോ. കർത്താവായ ഈശോയെ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. കർത്താവായ ഈശോയെ, ഈ ആത്മാവിൻ്റെ ചൈതന്യത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറഞ്ഞ് അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.